ഇവള് കൊണ്ടേ പോവും. കണ്ണനെങ്ങൻ ഇവളവനെ പ്രണയിക്കുന്നു എന്ന് കേട്ടാൽ വെട്ടിയേരി ഈ കുരുപ്പിന്. ജോണൊന്ന് നിശ്വസിച്ച് ഫോണിലേക്ക് നോക്കി. ഷാദിയും ആദ്യ പോയ വഴിയെ ഒന്ന് നോക്കി അവനും റീൽസ് കാണാൻ തുടങ്ങി. റീൽസ് കാണുന്നതിനിടയിൽ കണ്ട ഒരു റീല് കണ്ട് ഷാദിയുടെ കണ്ണുകൾ വീഞ്ഞു. അവൻ കണ്ണൊന്ന് തിരുമ്മി വീണ്ടും ആ റീല് കണ്ടു. ഞെട്ടല് വിട്ടുമാറാതെ ഷാദി ജോണിനെ തോണ്ടി അവനക്കും ആ റീല് കാണിച്ചു കൊടുത്തു. അവിടെയും ഇതേ അവസ്ഥ. എന്താടാ ഇത്? ആ അപ്പോൾ കണ്ണൻ ഇരുവരും ഞെട്ടലോടെ പരസ്പരം നോക്കി. നീയൊന്ന് വന്നേ, ഇതിലൊരു തീരുമാനമാക്കിയിട്ട് എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. ഷാദി ചാടിണീറ്റ് താഴേക്ക് നടന്നതും എനിക്കും എന്ന് പറഞ്ഞ് ജോണും പിറകെ കൂടി. കലിപ്പിൽ താഴേക്കിറങ്ങിയ ആദി കണ്ടത് കണ്ണനെ ഹഗ് ചെയ്ത് ബൈ പറഞ്ഞു പോകുന്ന ചിക്കുവിനെയാണ്. ആദി ചിക്കുവിനെ കനപ്പിച്ചു നോക്കി അവർ കുടിച്ചു വെച്ച ഗ്ലാസ്സൊക്കെ എടുത്ത് അടുക്കളയിലേക്ക് പോയി. ചിക്കു പോയതും ഡോറടിച്ചു കണ്ണനും ആദിക്കടുത്തേക്ക് നടന്നു. പാത്രം കഴുകി വരുന്ന ആദിയുടെ വയറിലൂടെ അവൻ കൈ ചുറ്റി അവളുടെ ഷോൾഡറിലായി താടി വെച്ച് അങ്ങനെ നിന്നതും ആദിയൊന്ന് ഞെട്ടി. കണ്ണൻ അടുക്കളയിലേക്ക് വന്നതുപോലും അവൾ അറിഞ്ഞില്ലാത്തത് കൊണ്ട് വല്ലാതെ ഞെട്ടിയെന്ന് തന്നെ പറയാം. കണ്ണൻ ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുന്നത് കണ്ട് ആദിക്ക് നന്നായി ദേഷ്യം വരുന്നുണ്ട്. തൻ്റെ വയറിലായി ചുറ്റിയ അവൻ്റെ കൈ ബലമായി പിടിച്ചു മാറ്റി അവൾ കണ്ണനെ തിരിഞ്ഞു നോക്കി. ഇയാളെ പ്രശ്നം എന്താ? എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. എന്നിട്ട് ഇയാൾക്ക് ഭാര്യയായി സ്വീകരിക്കാനും പറ്റില്ല. പക്ഷെ 24 hours റൊമാൻസിന് വരികയും ചെയ്യും. ഇപ്പോൾ അതേ ഇയാൾക്കൊരു കാമുകിയും. ശരിക്കും എന്താ ഇയാൾ ഉദ്ദേശം? ഇയാൾ ആരെയാ ചതിക്കുന്നേ? എന്നെയോ അല്ലെങ്കിൽ ആ ശിതികനെയോ? ഇനി ഇതൊന്നുമല്ലെങ്കിൽ സ്വയം ചതിക്കുവാണോ? ചിക്കുവിനെ പ്രണയിക്കുന്നുണ്ട്. താൻ എന്തിനാ എന്നെ കെട്ടിയത്? എന്തിനാ എൻ്റെ ജീവിതം കൊട്ടിച്ചറാക്കുന്നേ? എന്തായാലും ഇത്രയും വേദനിപ്പിച്ചില്ലേ? ഇനിയെങ്കിലും എന്നെ വെറുതെ വിട്ടൂടെ? ഈ നാട്ടിൽ ഞാൻ നിൻ്റെ ഭാര്യയാണെന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് രണ്ടായി നിന്നാലും കുഴപ്പമില്ല. മുത്തച്ഛനെ പോലെ നമ്മളെ വഴക്ക് പറയാൻ ഇവിടെ ആരുമില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ വെറുതെ വിട്ടേക്കും. അതാവുമ്പോൾ എനിക്ക് ഞാനായി ജീവിക്കുകയും ചെയ്യാം. നിനക്ക് നിൻ്റെ കാമുകൊപ്പം അടിച്ചു പൊളിച്ച് ജീവിക്കുകയും ചെയ്യാം. അത്രയും കണ്ണൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ ആദിയൊന്ന് നിശ്വസിച്ച് പോയേക്കും കണ്ണൻ അവളുടെ അരയിലൂടെ കൈ ചുറ്റി ആദിയെ തന്നിലേക്ക് അടുപ്പിച്ച് നിർത്തി അവളുടെ ചുണ്ടുകളിലേക്ക് ചുണ്ട് ചേർത്ത് നുണഞ്ഞു. അടുക്കളയിലേക്ക് പോകുന്ന കണ്ണന് പിറകെ ജോണും ഷാദിയും ഉണ്ടായിരുന്നതിനാൽ ഇവിടെ നടന്നതൊക്കെ അവർ ലൈവായി കാണുന്നുണ്ടായിരുന്നു. രണ്ടിൻ്റെ കിളികളിനി പറക്കാൻ ബാക്കിയില്ല. പറന്ന കിളികളാണെങ്കിൽ ഇനി തങ്ങൾക്കൊരു തിരിച്ചുവരവില്ലെന്നും പറഞ്ഞു രാജ്യം വിട്ടു. ആദിയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് ചുംബിക്കുന്ന കണ്ണനെ അവർ ഞെട്ടലോടെ നോക്കി നിന്നു. റീലിൽ കണ്ടത് സത്യമാണോ എന്നവർക്ക് ചോദിക്കേണ്ടി വന്നില്ല. അതിനു മുൻപ് തന്നെ അവർക്ക് അവരുടെ കല്യാണം കഴിഞ്ഞു എന്ന് ആദിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലായി. ജോൺ ഷാദിയുടെ കയ്യും പിടിച്ചു വേഗം ഹാളിലേക്ക് നടന്നു. നീ ഇപ്പോൾ ആ റീല് കണ്ടത് ഏത് ഐഡിയിൽ നിന്നാ വെച്ചാൽ അതൊന്ന് തുറക്ക്. ജോൺ പറഞ്ഞത് കേൾക്കി ഷാദി വേഗം ഇൻസ്റ്റ തുറന്നു. അസുരൻ്റെ പ്രണയം എന്ന അക്കൗണ്ട് തുറന്നു നോക്കി. അതിൽ ന്യൂ എന്ന് കാണിക്കുന്നോണ്ട് അക്കൗണ്ട് ഈ അടുത്ത് തുടങ്ങിയതാണ് എന്ന് മനസ്സിലായി. അതിൽ കണ്ണൻ്റെയും ആദിയുടെയും കല്യാണത്തിൻ്റെ ഒരു റീല് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതിന് തന്നെ നല്ല റീച്ച് കിട്ടിയിട്ടുണ്ട്. കമൻറ്റ് ബോക്സ് നിറയെ അർണവ് കൃഷ്ണയുടെ കല്യാണം കഴിഞ്ഞു എന്ന് എല്ലാവരും ഞെട്ടലോടെ ചോദിക്കുന്നുണ്ട്. ഒപ്പം ഇവർ പെർഫെക്റ്റ് മാച്ചാണെന്നും പറയുന്നവരും ആദിയുടെ ഭാഗ്യം വിളിച്ചോതുന്നവരും ഇടയ്ക്ക് ചിക്കും അർണവും ബ്രേക്കപ്പ് ആയോ ചോദിക്കുന്നതും എന്നിങ്ങനെ നിരവധി കമൻറ്റുകളുണ്ട്. ഷാദിയും ജോണും ആ കമൻറ്റുകളിലൂടെ ഒന്ന് കണ്ണോടിച്ചു. എടാ നോക്ക്, ന്യൂ അക്കൗണ്ടാണ്, ബട്ട് ഫോളോവേഴ്സ് 5000 കഴിഞ്ഞു. ഞാനൊക്കെ 2 വർഷം മുമ്പ് തുടങ്ങിയ അക്കൗണ്ടാണ്. തികച്ച് 2000 ഫോളോവേഴ്സ് പോലും കിട്ടിയില്ല നമുക്ക്. കണ്ണനെ ഹൈലൈറ്റ് ചെയ്ത് തുടങ്ങിയ അക്കൗണ്ട് ആയിട്ടാ തോന്നുന്നു പെട്ടെന്ന് റീച്ചായത്. അല്ല, എന്നാൽ ഇതാരായിരിക്കും പോസ്റ്റ് ഇട്ടത്? അതൊക്കെ പോട്ടെ, എന്തുകൊണ്ട് അവരുടെ കല്യാണത്തെക്കുറിച്ച് കണ്ണൻ നമ്മളോട് പറഞ്ഞില്ല? ഷാദി ചുണ്ടു ചുളുക്കി ജോണിനെ നോക്കി. ഈ കല്യാണം കഴിഞ്ഞത് രഹസ്യമായി വെക്കാനാണ് കണ്ണൻ ശ്രമിക്കുന്നതെന്ന് തോന്നുന്നു. പക്ഷേ ആരോ അത് വീഡിയോ എടുത്ത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്താണ്. പറ്റിയ പേരുമാ ID വെച്ചത്, അസുരൻ്റെ പ്രണയം. അതേക്കുറിച്ച് നമുക്ക് അവനോട് ചോദിക്കാം. ജോൺ അതും പറഞ്ഞ് സൈഡിലേക്ക് നോക്കിയതും ഒരു പുഞ്ചിരിയോടെ മുകളിലേക്ക് കയറി പോകുന്ന കണ്ണനെ കാണെ ഒന്ന് നിശ്വസിച്ചവൻ ഷാദിയുടെ കയ്യും പിടിച്ച് അടുക്കളയിലേക്ക് പോയി. ആകെ എന്തോ പോലെ തറഞ്ഞു നിൽക്കുന്ന ആദിയെ പിടിച്ചവരൊന്ന് കുലുക്കിയതും അവളൊരു ഞെട്ടലോടെ ഇരുവരെയും നോക്കി. പിന്നെ ബോധം വന്നതും തലക്കൊരു കീ കൊടുത്തവൾ ഇരുവരെയും നോക്കി പുരികമുയർത്തി. നിനക്ക് ശരിക്കും കണ്ണനെ ഇഷ്ടമാണോ? തേങ്ങ, എനിക്കിഷ്ടമാണ്. നിങ്ങൾ ഞങ്ങളെ കല്യാണം നടത്തി തരൂ. കുറേ നേരമായി നിങ്ങൾ എന്നെ വിറപ്പിക്കുന്നു. ആദി ദേഷ്യത്തോടെ അവരെ നോക്കിയതും ഷാദി രളിയോടെ ആദിയുടെ അടുത്തേക്ക് നിന്നവളുടെ ഷോൾഡറിലൂടെ കൈയിട്ടതും ആദി നെറ്റിച്ചുളിച്ചവരെ നോക്കി. എൻ്റെ പൊന്നു പെങ്ങളെ, ഞങ്ങൾക്കൊരു സഹായം ചെയ്തു തരുമോ? എന്ത് സഹായം? ആദി ഇരുവരെയും സംശയത്തോടെ നോക്കി. കണ്ണനെ വീത്താൻ. കൈയെടുക്കടാ.
ആദിയുടെ കലിപ്പ് കണ്ടതും ഷാദി കൈയെടുത്ത് മാറ്റി ജോണിന് പിറകിലൊളിച്ചു. എൻ്റെ അസുരനെ നിനക്ക് വീഴ്ത്തണം അല്ലേടാ കോപ്പേ. തിണ്ണയിലുണ്ടായിരുന്ന കത്തിയെടുത്തവൾ അവർക്ക് നേരെ നീട്ടിയതും ജോണും ഷാദിയും പുറകോട്ട് നിന്നു. അല്ല, നീ നീ ഇപ്പം എന്താ വിളിച്ചത്? അസുരൻ എന്നല്ലേ? ആ, അപ്പം ആ അക്കൗണ്ട് ആരാ തുടങ്ങിയത്? നീയാണോ? എന്തോന്ന് അക്കൗണ്ട്? അല്ല, ഇൻസ്റ്റഗ്രാമിൽ അസുരൻ്റെ പ്രണയം എന്ന പേരിലൊരു അക്കൗണ്ട് കണ്ടു. അതിലാകെ ഒരു പോസ്റ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതും കണ്ണൻ നിന്റെ കഴുത്തിലായി താലി ചാർത്തുന്ന ഒരു വീഡിയോ ആണത്. ഷാദി പറഞ്ഞത് കേൾക്കി ആദി സംശയത്തോടെ അവരെ നോക്കിയതും ഷാദി വേഗം ഫോൺ എടുത്ത് അവൾക്ക് ആ വീഡിയോ കാണിച്ചു കൊടുത്തു. വിടർന്ന മീയാൽ ആദി ആ വീഡിയോ കണ്ടു. നീയും കണ്ണനും അത്ര നല്ല പോലെ അല്ല ഇപ്പോൾ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. സോ അതൊന്ന് നമുക്ക് സെറ്റാക്കണം. അതിന് നീ മനസ്സ് വെക്കണം. അതൊന്നും വേണ്ട. അസുരൻ ആ ചിക്കുവിനെ പ്രണയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ കയറാൻ എനിക്ക് താല്പര്യമില്ല. ആദി ഇരുവരെയും നോക്കി പുഞ്ചിരിച്ചു. അന്നേരം കുറച്ചു മുമ്പേ തന്നെ ചുംബിച്ച് ഡയലോഗ് അടിച്ചു പോയവനെ ആദ്യം ഒന്ന് ഓർത്തു. ഞാൻ സ്നേഹിക്കുന്നത് ചിക്കുവിനെയാണ്. എൻ്റെ ഭാര്യ നീയാണ്. നീ ഇവിടുന്ന് പോയ മുത്തച്ഛൻ വിളിച്ച് നിന്നെ അന്വേഷിക്കുമ്പോൾ ഒരു മറുപടി പറയാൻ എനിക്കുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എന്നെ വിട്ട് പോകാമെന്നുള്ളത് നിന്റെ വെറുമൊരു വ്യാമോഹമാണ്. അത്രയും തന്നോട് പറഞ്ഞ് തൻ്റെ കവളിലൊന്ന് തട്ടിയിട്ടാണ് അസുരൻ തൻ്റെ അടുത്ത് നിന്ന് പോയത്. പിറകെ തന്നെ ഇതിറ്റിങ്ങൾ രണ്ടും വന്നിട്ട് എന്നെയും അങ്ങേരെ സെറ്റാക്കണമെന്ന്. ഇത്രയും നേരം യോഗ്യത പറഞ്ഞ ടീംസാ. നിനക്കെന്താ ആദി ബട്ടാണോ? കണ്ണൻ നിന്റെ ഭർത്താവാണ്, അല്ലാതെ ചിക്കുവിൻ്റെ ഭർത്താവല്ല. അതുകൊണ്ട് തന്നെ കണ്ണനെ നീ ചിക്കുവിന് വിട്ടുകൊടുക്കുകയല്ല വേണ്ടത്. നിന്റെ പ്രണയത്തെ നിന്നിലേക്ക് എത്തിക്കുകയാണ് വേണ്ടത്. അറിയാം, പക്ഷെ പ്രണയം ചോദിച്ചു വാങ്ങാനൊന്നും പറ്റില്ലല്ലോ. ഇനി അഥവാ ചോദിച്ചു വാങ്ങിയാൽ തന്നെ അത് പ്രണയമാവുമോ? ആദി, ഞാനൊരു കാര്യം നിനക്ക് പറഞ്ഞു തന്നേക്കാം. കണ്ണൻ നിൻ്റേതാണ്, നിൻ്റേത് മാത്രം. ഇനി അവൻ നിന്നെയല്ല ചിക്കുവിനെയാണ് പ്രണയിക്കുന്നത് എന്നാണ് നിന്റെ പ്രശ്നമെങ്കിൽ അതിൽ നമുക്ക് തീരുമാനം ഉണ്ടാക്കാം. പിന്നെ കണ്ണൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് അവൻ നിന്നെ കിസ് ചെയ്യുന്നതും നിന്റെ കഴുത്തിൽ താലി ചാർത്തിയതും. ഒരിക്കലും ഒരാളുടെയും ഫീലിങ്സ് വെച്ചവൻ കളിക്കാറില്ല. അവന് നിന്നെ ഇഷ്ടമില്ലായിരുന്നു എങ്കിൽ അവൻ എന്തൊക്കെ വന്നാലും നിന്റെ കഴുത്തിൽ താലി ചാർത്തുകയില്ലായിരുന്നു, ഇതുപോലെ നിന്നെ ചുംബിക്കുകയില്ലായിരുന്നു. സോ അവന് നിന്നെ ഇഷ്ടമാണ് പെണ്ണെ. നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയായിരിക്കാം, പക്ഷേ കണ്ണട എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും എന്നെ ഭാര്യയായി സ്വീകരിക്കില്ലെന്ന്. ഇത്രയും കാലം അങ്ങേരുടെ വീട്ടിൽ ഒരു വേലക്കാരിയുടെ സ്ഥാനമായിരുന്നു എനിക്ക് തന്നത്. അതേ സ്ഥാനം തന്നെയാണ് ഇവിടെയും തന്നത്. പക്ഷേ ഒരു സമാധാനമുണ്ട്. ഇവിടെ കണ്ണടൻ്റെ വീട്ടിലുള്ളവരുടെ കുത്തുവാക്കുകൾ കേൾക്കണ്ടല്ലോ. ഞാൻ എന്തായാലും ഹാപ്പിയാ. അങ്ങേര് ആരെ വേണേലും സ്നേഹിച്ചോട്ടെ, അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. ആദി ഇരുവരെയും നോക്കി നേർമയിൽ പുഞ്ചിരിച്ചു. ആ പുഞ്ചിരി വിളിച്ചോതുന്നുണ്ട് കണ്ണൻ മറ്റാരെങ്കിലും സ്നേഹിച്ചാൽ അതൊരിക്കലും ആദിക്ക് സഹിക്കില്ലെന്ന്. നിന്നെ അത് ബാധിച്ചാലും ബാധിച്ചില്ലേലും ഇന്നു മുതൽ നമ്മുടെ ഡ്യൂട്ടി നിങ്ങളെ സെറ്റാക്കലാണ്. ഷാദി അതും പറഞ്ഞ് സൈറ്റ് അടിച്ചത് കാണെ ആദ്യം അവനെ നോക്കി പുഞ്ചിരി തൂകി. പെടുന്നനെ ഷാദിയുടെ ഫോൺ റിങ് ചെയ്തതും അവൻ അതെടുത്തു നോക്കി. ഏതോ വീഡിയോ കോൾ ചെയ്യാണ്. സ്വതവേ ഇങ്ങോട്ട് വിളിക്കാത്ത അവൻ എന്തിനാവും ഇപ്പം വിളിക്കുന്നത് എന്ന് ചിന്തിച്ചു പിരികം ചൊളിച്ചവൻ ഫോൺ അറ്റൻഡ് ചെയ്തു. ഹലോ ഷാദിക്ക? ഹാ, ആരിത്? ഏതുവോ? നമ്പർ മാറി വിളിച്ചതൊന്നും അല്ലല്ലോ അല്ലേ? ഏയ് അല്ല, നിങ്ങളെ തന്നെയാ വിളിച്ചത്. എന്താണാവോ മഹാൻ ഇപ്പോൾ വിളിക്കാൻ കാരണം? അത് പിന്നെ എൻ്റെ ഏട്ടൻ അവിടെ എത്തിയില്ലേ? എത്തി, അത് ചോദിക്കാനാണോ നീ വിളിച്ചത്? നിനക്ക് നേരിട്ട് നിൻ്റെ ഏട്ടനെ അങ്ങ് വിളിച്ചാൽ പോരെ? ഏട്ടനെ ഞാൻ വിളിച്ചു. അപ്പോൾ ഏട്ടൻ്റെ കൂടെ വന്ന സാധനത്തിന് ഫോൺ കൊടുക്കുമോ ചോദിച്ചപ്പോൾ ഏട്ടൻ പറഞ്ഞു അവളെ നേരിട്ട് വിളിച്ചോളാൻ. ആ കുരിപ്പാണ് ഫോൺ എടുക്കുന്നുമില്ല. നിങ്ങളാ ഫോൺ അവൾക്ക് കൊടുക്കുമോ? ഹോ, അതുകൊണ്ടാണ് തമ്പന വിളിച്ചതല്ലേ? ഞാനും ചിന്തിച്ചു ഫോണിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന നീ എന്താ ഇപ്പോൾ വിളിച്ചതെന്ന്. എന്നാ ആദി, നിനക്കാ ഫോണ്. ഷാദി ആദിക്ക് നേരെ ഫോൺ നീട്ടിയതും അവൾ ഫോൺ വാങ്ങി അതിലേക്ക് നോക്കി. ഹേയ് ഹദീസ്, ഹാപ്പി അല്ലേടി നീ? കണ്ണ് വിടർത്തി ഒരു ചിരിയോടെ ഏത് ചോദിച്ചത് കേൾക്കി ആദിയുടെ മീക്കൾ നിറഞ്ഞു. അവൾ അറിയാതെ ഒന്ന് വിതുമ്പിപ്പോയി. യാ ഏതോ, എനിക്കിവിടെ നിൽക്കണ്ടടാ. എന്ത് പറ്റിയടാ? കണ്ണേട്ടൻ നിന്നെ വല്ലതും പറഞ്ഞോ? ഇല്ല, ബട്ട് കണ്ണേട്ടന് വേറൊരു കുട്ടീനെ ഇഷ്ടാടാ. ഞാനെന്തിനാ അവരുടെ ഇടയിൽ കയറുന്നത്? കണ്ണേട്ടന് ആരിഷ്ടം? ചിക്കു അവനെ തേച്ചതല്ലേ. ഇനിയിപ്പോൾ പുതിയ ഗേൾഫ്രണ്ട് സെറ്റായോ? ചിക്കു തന്നെയാ? അപ്പോൾ അവർ ബ്രേക്കപ്പ് ആയില്ലേ? ആയിരുന്നു, ബട്ട് ഇന്ന് രണ്ടും സെറ്റായി. അവളുടെ പപ്പ കാരണമാണ് ബ്രേക്കപ്പ് പറഞ്ഞ് പോയത് പറഞ്ഞവൾ സോറിയൊക്കെ പറഞ്ഞു. എനിക്കെന്തോ കണ്ണേട്ടനോട് അവൾ ചേർന്ന് നിൽക്കുന്നത് കണ്ടിട്ട് സഹിക്കുന്നില്ലടാ. അയ്യേ, നീ ടെൻഷൻ അടിക്കേണ്ട. ഏട്ടൻ എന്തായാലും നിന്നെ ഡിവോഴ്സ് ചെയ്യൂല. അത് ഞാൻ നിനക്ക് പ്രോമിസ് തരാം. ഇത് പറഞ്ഞതിന് അവൾ ചുമ്മാ ഒന്ന് മൂളിക്കൊടുത്തു.
അവളുടെ മനസ്സപ്പോഴും കണ്ണൻ അവളെ ഡിവോഴ്സ് ചെയ്തു ചിക്കുവിനെ കല്യാണം കഴിക്കുമെന്ന് പറയുന്നുണ്ട്. എങ്കിലും അവൾ യദുവിനൊന്ന് ചിരിച്ചു കൊടുത്തു. നീ ചെന്ന് കിടന്നോ, ഞാൻ നാളെ വിളിക്കാം നിന്നെ. അത് ശരിയാ, നീ വന്നപ്പോൾ കിച്ചണിൽ കയറിയതല്ലേ, ചെന്ന് കിടന്നോ ആദി. ഇനി ഇവിടെ ഞങ്ങൾ ക്ലീൻ ആക്കിക്കോളാം. വേഗം ചെല്ല്. ഷാദിയും ജോണും ആദിയെ ഉറങ്ങാനായി ഉന്തിത്തള്ളി പറഞ്ഞയച്ച് ഫോൺ കട്ട് ചെയ്തു. അടുക്കള ക്ലീനാക്കി അവരും ഉറങ്ങാനായി പോയി. മുകളിലേക്ക് കയറി നേരത്തെ കണ്ണൻ ലഗേജസ് വെക്കാൻ പറഞ്ഞ റൂമിലേക്ക് ആദി ചെന്നു. അവിടെ കണ്ണൻ്റെ ലഗേജസ് ഒന്നും ഇപ്പോൾ ഇല്ല. അപ്പോൾ അങ്ങേരുടെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് അങ്ങേര് പോയി. ആദ്യം ഒന്ന് നിശ്വസിച്ച് ബാഗ് തുറന്ന് അവളുടെ സാധനങ്ങളൊക്കെ അലമാരയിലേക്ക് കയറ്റി അതിൽ നിന്നൊരു കൂട്ടം ഡ്രസ്സ് എടുത്ത് ഫ്രഷ് ആവാൻ കയറി. ഫ്രഷായി ഇറങ്ങിയ ആദ്യ കണ്ടത് തന്നെയും കാത്തുന്ന പോലെ റൂമിൽ നിൽക്കുന്ന കണ്ണനെയാണ്. അവളൊന്ന് പിരികം ചൊളിച്ച് അവൻ്റെ അടുത്തേക്ക് ചെന്നു. ആദി, എന്താ ഇത്? ഫോൺ തനിക്ക് നേരെ നീട്ടി കണ്ണൻ ദേഷ്യത്തോടെ ചോദിച്ചത് കേൾക്കി ആദി അതിലേക്ക് നോക്കി. കുറച്ചു മുമ്പ് ഷാദി കാണിച്ചു തന്ന ഞങ്ങളുടെ കല്യാണ വീഡിയോ ആണ്. ഇത് നമ്മളെ കല്യാണ വീഡിയോ അല്ലേ? ആണ്. ഇതെങ്ങനെ ഇൻസ്റ്റയിൽ വന്നു എന്നാ ഞാൻ ചോദിച്ചത്. അതെനിക്കെങ്ങനെ അറിയാനാ? ഇനി ആ പ്രശ്നം എൻ്റെ തലയിൽ കൊണ്ടിരണ്ട. ഞാനൊരു നോക്കിയ ഫോണും പിടിച്ചാ ജീവിക്കുന്നത്. അതിലൊരു ഇൻസ്റ്റയില്ല, വേറൊരു മണ്ണാങ്കട്ടയുമില്ല. സോ ദയവ് ചെയ്ത് ഈ ഒരു പോസ്റ്റിൻ്റെ പേരും പറഞ്ഞ് എന്നെ ഉപദ്രവിക്കരുത്. കൈ കൂപ്പി ആദി പറഞ്ഞത് കേൾക്കെ കണ്ണൻ അവളെ തന്നെ നോക്കി. പതിയെ കൈ ഉയർത്തിയവൻ മുന്നോട്ട് തൂങ്ങി നിൽക്കുന്ന ആദിയുടെ മുടിയൈകൾ പിറകിലേക്കാക്കി ആദിയുടെ കണ്ണിലേക്ക് തന്നെ നോക്കി നിന്നു. ആദിയും അവൻ്റെ കണ്ണിലേക്ക് നോക്കിയതും ഇരുവരുടെയും കണ്ണുകൾ പിൻവലിക്കാനാവാതെ പരസ്പരം കുരുങ്ങി നിന്നു. അതേപോലെ ഇരുവരുടെയും മുഖം അടുത്തടുത്ത് വന്നു. ചുംബിക്കാൻ ആഗ്രഹിച്ച മനസ്സിനെ നിരാശപ്പെടുത്താതെ കണ്ണൻ ആദിയുടെ ചുണ്ടുകളിലേക്ക് ചുണ്ടു ചേർത്ത് നുണഞ്ഞു. ആദ്യ ഒരു പിടച്ചിലോടെ കണ്ണൻ്റെ ഷർട്ടിൽ പിടിമുറുക്കി. കണ്ണൻ അവളെ എടുത്തുയർത്തി അടുത്തുള്ള ടേബിളിലേക്ക് കയറ്റിയിരുത്തി വീണ്ടും അവളുടെ ചുണ്ടുകൾ ആവേശത്തോടെ നുണഞ്ഞു. ആദി അടഞ്ഞു പോകുന്ന കണ്ണുകൾ വലിച്ചു തുറന്ന് കണ്ണനെ നോക്കി. തന്നെ ചുംബിക്കുമ്പോൾ അവൻ്റെ കണ്ണിൽ തന്നോടുള്ള പ്രണയം ആദിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വല്ലാത്തൊരു അനുഭൂതിയോടെ അവൾ ആ പ്രണയം നോക്കി കാണുകയാണ്.